ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് നിസി ഷൈജു, എഴുപുന്ന സെൻറ്റ് ആൻ്റണീസ് ഇടവകാംഗമാണ്. ഞാൻ 2017 ഡിസംബർ 15 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 20ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. 3ാം തവണയാണ് അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത്. അതിനെല്ലാം അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് കട്ടപ്പനയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ആയിരുന്നു. എൻ്റെ മോന് കാലാവസ്ഥ പിടിക്കാതെ എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വന്ന് നിന്നിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് നാട്ടിലിവിടെ ഒരു വീടെടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഒത്തിരി നോക്കിയെങ്കിലും വീടൊന്നും ശരിയായില്ല. 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് എഴുപുന്നയിൽ 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി എടുക്കാൻ സാധിച്ചത്. ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞങ്ങൾ വീട് വാങ്ങിയത്. 6 വർഷമായിട്ട് മുടങ്ങാതെ ഞങ്ങൾ ലോൺ അടക്കുന്നുണ്ടെങ്കിലും തീർന്നില്ല. പിന്നെ മുതലിലേക്ക് കുറച്ച് പൈസ മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 6 വർഷത്തോളം ഇങ്ങനെ അടച്ചടച്ച് മടുത്തപ്പോൾ ഞാനിവിടെ ഉടമ്പടിയിലൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മയെ കടം എത്രയും പെട്ടെന്ന് തീർത്തു തരികയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ സ്വർണം കുറച്ചുണ്ടായിരുന്നു. പെട്ടെന്ന് സ്വർണത്തിന് വില കൂടുകയും അത് കൊടുത്ത് കടം പെട്ടെന്ന് തന്നെ വീടാനായിട്ട് സാധിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഴജന്തുക്കളുടെ ശല്യം അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു മതിലൂടെ ഒന്ന് കെട്ടി ഒന്ന് സുരക്ഷിതമാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിർത്തിയിൽ 3 മരങ്ങൾ, വലിയ മരങ്ങൾ 3 നിന്നിരുന്നു. അപ്പോൾ ഉടമസ്ഥന് അത് വെട്ടിത്തരാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ മതിലിൻ്റെ പണി ഇങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അതും ഒരു നിയോഗം വെച്ചു. അങ്ങനെ ഉടമസ്ഥൻ തന്നെ ഒരു മരം വെട്ടിത്തന്നു. വേറൊരു മരം ഞങ്ങൾക്ക് വിലക്കെടുക്കാനായിട്ട് അവർ സമ്മതിച്ചു. അങ്ങനെ മതിൽ പണിതു. പിന്നെ ഒരു മരം കൂടി അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കാറ്റും മഴയിലും ആർക്കും ഒരു ഉപദ്രവം കൂടാത്ത രീതിയിൽ തന്നെ ആ മരം വീണു. അങ്ങനെ അവിടുത്തെ പ്രതിബന്ധങ്ങളെല്ലാം തീർന്നു. പിന്നെ ഞാൻ 2003 ഉടമ്പടി 2003 TTC പാസ്സായതാണ്. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചെങ്കിലും PSC ലിസ്റ്റിലൊക്കെ വന്നതാണ്. എന്നാലും എനിക്ക് ജോലിയൊന്നും ശരിയായില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടിട്ട് നിർബന്ധമാക്കി. അപ്പോൾ എനിക്കിങ്ങനെ 20 വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് പിന്നീട് സ്കൂളുകളിലൊക്കെ ഡെയിലി വേജസ് ആയിട്ടൊക്കെ ഞാൻ ആദ്യമൊക്കെ പോകുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഗ്യാപ്പ് നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും തരാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ ജോലിയുടെ ആ ഒരു സ്വപ്നമൊക്കെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കേട്ടറ്റും കൂടെ വന്നപ്പോൾ എനിക്കത് ഇനി ഒരിക്കലും ഇതൊന്നും എഴുതിയെടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയായി. ഞാൻ 3 തവണ കേട്ടിട്ട് അറ്റൻഡ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ തോറ്റുപോയി. അപ്പോൾ എനിക്ക് ഉറപ്പായി ജോലി എന്നുള്ള സ്വപ്നം അങ്ങോട്ട് ഉപേക്ഷിക്കണം. അപ്പം ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നിയോഗത്തിൽ ജോലിയുടെ കാര്യം വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ഒരു അനക്കവും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശോ ചിലപ്പോൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടാകില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പതിയെ ഞാൻ ജോലിയുടെ സ്വപ്നമൊക്കെ ഇങ്ങനെ മറന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണ്. ഒരു മോൻ കേട്ടിട്ട് കിട്ടിയ കാര്യം പറഞ്ഞ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിനൊരിങ്ങനെ ഒരു ഉണർവ് തോന്നി. ഞാൻ അപ്പോൾ തന്നെ അതിലൊരു കമൻ്റ് ആയിട്ടിട്ട്, മാതാവേ എനിക്കും കൂടി തെറ്റ് കിട്ടിയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ നേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ ഒരു നിയോഗമായിട്ട് കേട്ടിട്ടും വെച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ അങ്ങനെ തോന്നി. പഠിക്കണം എന്നുള്ളൊരു ചിന്ത. ആദ്യമൊക്കെ ഇങ്ങനെ പഠിക്കാനിരുന്നാലും എനിക്ക് പെട്ടെന്ന് ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എനിക്കൊന്നും തന്നെ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് അങ്ങനത്തെ എനിക്ക് ഒരു ചിന്തിക്കാൻ തന്നെ പറ്റണില്ലായിരുന്നു. പക്ഷേ ആ സാക്ഷ്യം കേട്ടാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഉണർവും പഠിക്കണമെന്നുള്ളൊരു ചിന്ത അങ്ങനെ തന്നെ വന്നു. അങ്ങനെ ഞാൻ ഉത്സാഹത്തോടെ ഇരുന്ന് പഠിച്ചു. കേട്ടിട്ട് കാറ്റഗറി 1 മാതാവ് എന്നെ ജയിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ പരീക്ഷാ ഹാളിലൊക്കെ പോകുമ്പോഴൊക്കെ അമ്മയുടെ കാശ് രൂപമായിട്ടാണ് പോകുന്നത്. അതുപോലെ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും ഞാൻ കുറച്ചെടുക്കുമായിരുന്നു. പരീക്ഷാ ഹാളിൽ കൊണ്ട് ഞാൻ അതും കൂടെ ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ കേട്ടിട്ട് 1 നല്ല മാർക്കോടെ അമ്മ പാസ്സാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഞാൻ എപ്പോഴും കൊണ്ട് അപേക്ഷ കൊടുക്കുമെങ്കിലും എന്നോട് BEd ഉള്ളവർക്കേ ചാൻസ് ഉള്ളതെന്നാണ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്കൂളിൽ, ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ഒരു സ്കൂളിലെ സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലിക്ക് കയറിക്കോളാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ജോലിയിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ കേട്ടിട്ട് കാറ്റഗറി 2 കൂടി ഒന്ന് എഴുതിയാലോ എന്നിങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ കേട്ടിട്ട് 2 അപ്ലൈ ചെയ്തു. പക്ഷേ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നന്നായിട്ട് പഠിച്ചെഴുതാനായിട്ടൊരു ആത്മവിശ്വാസമാണ് അമ്മ എനിക്ക് തന്നത്. 2ാമത്തെ പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാനേ സമയം കിട്ടിയില്ല. ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പഠിച്ചില്ല.
പക്ഷേ കേട്ടിട്ട് 2ൻ്റെ പരീക്ഷയുടെ സമയത്ത് അന്നത്തെ ദിവസം അത് രാവിലെ തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. ഉച്ചകഴിഞ്ഞായിരുന്നു എനിക്ക് പരീക്ഷ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ നടയിരുന്ന് കുറേ പ്രാർത്ഥിച്ചിട്ട് 3 കെട്ട് പത്രവും മേടിച്ച് ഞാനപ്പോൾ തന്നെ ചേർത്തല എക്സ്റേ ഹോസ്പിറ്റലിൽ പോയി അവിടെ വിതരണം ചെയ്തു. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡിലൊക്കെ വിതരണം ചെയ്തതിന് ശേഷം ഞാൻ പരീക്ഷാ ഹാളിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ ഒന്നും പഠിക്കാനില്ല. കാരണം എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ബുക്ക് ഓപ്പൺ ചെയ്തേയില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരീക്ഷ തുടങ്ങി. ഞാൻ എന്തൊക്കെയോ ഞാൻ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കേട്ടിട്ട് 2-നും അമ്മേനെ ജയിപ്പിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസവും തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, കേട്ടിട്ടൊക്കെ തന്നെങ്കിൽ പിന്നെ ഒരു എയ്ഡഡ് സ്കൂളിലൊരു ജോലി അമ്മ തരുമായിരിക്കും, അപ്പോൾ ഈ സ്കൂളായിരിക്കില്ല എന്നോർത്ത് പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അതെപ്പോഴും എല്ലാ പുതുക്കലിലും ആ ഒരു നിയോഗം ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലി അങ്ങനെ ആ ജോലിയുടെ ആ ഒരു ഇതില്ലായിരുന്നു. ബാക്കി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വാരിക്കോരി തരുന്നുണ്ട്. എന്നാലും എനിക്ക് ജോലി കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സാക്ഷ്യം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു, ജോലി കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്നുള്ളതിൽ. അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം രൂപതയിൽ നിന്ന് ഒരു ടെസ്റ്റിന് വിളിച്ചു. അപ്പം ഞാൻ പോയി ആ ടെസ്റ്റിൽ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ചിന്തിക്കാനോ അവിടെ വരാനോ ഒരു യോഗ്യതയും ഇല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈശോയുടെ കൃപ കൊണ്ട് എന്നെ ഈശോ ആ ടെസ്റ്റിൽ വിജയിപ്പിച്ചു തന്നു. എവിടെ ചെന്നാലും അമ്മ എനിക്കായിട്ടൊരു ദൂതനെ പറഞ്ഞയക്കുന്നത് പോലെയാണ് എനിക്ക് എവിടെ ചെന്നാലും ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആഗ്രഹിക്കാൻ കൂടിയുള്ളൊരു യോഗ്യത ഇല്ലായിരുന്നിട്ട് കൂടി ഈ ജോലി എന്നുള്ളൊരു സ്വപ്നം പോലും ഞാൻ എൻ്റെ മനസ്സിലില്ലാതിരുന്നതാണ്. കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ നിന്ന് അമ്മ എനിക്ക് ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ ടെസ്റ്റും വിജയിച്ചു, ഇൻ്റർവ്യൂവിനും പാസ്സാക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ 25 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ശരിക്കും ഏജ് ഓവറാകുന്നതിൻ്റെ വക്കിൽ നിൽക്കണം. 43-ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ടെസ്റ്റിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് ഇത് ലാസ്റ്റ് ചാൻസാണ് അമ്മേ. ഇനി എനിക്ക് ഈ ജോലിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനോ എനിക്ക് ഇനി ഈ ഒരു കാര്യം എനിക്ക് അമ്മയുടെ അടുത്തിന് പറയാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 25 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, 25 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 25-ാമതായിട്ട് ഞാൻ കയറിയാൽ ഒരു കാര്യവുമില്ല. എനിക്ക് കയറുകയാണെങ്കിൽ ഈ വർഷം തന്നെ കയറിയാലേ എനിക്ക് ചാൻസ് ഉള്ളൂ. കാരണം അല്ലെങ്കിൽ എൻ്റെ ഏജ് ഓവറായി പോകും. അപ്പോൾ ഞാനത് അമ്മയോട് എപ്പോഴും മനസ്സിലെപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ലിസ്റ്റ് ഇട്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു 5-ൽ താഴെയെങ്കിലും ഒരു റാങ്കിൽ വന്നിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാമായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 4-ാമത്തെ റാങ്കായിട്ട് അമ്മ മാതാവ് എന്നെ അതിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഞാൻ എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇത് അമ്മയ്ക്ക് ഈ അനുഗ്രഹത്തിന്, ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു ജോലി. അതെൻ്റെ അമ്മ മാതാവ് സാധിച്ചു തന്നു. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഉടമ്പടിയിലൂടെ എല്ലാം സാധിച്ചു തരുന്നുണ്ട്. ജോലി ഇത്രയും നീണ്ടുപോയത് ഇപ്പോഴായിരിക്കാം ദൈവം അത് അനുവദിച്ചതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെനിക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ദൈവം നടത്തി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് ഒരു സംരക്ഷണം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ ഇങ്ങനെ കൂടെ ഉള്ള ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉടമ്പടി എടുത്തതിൽ നിന്ന് കിട്ടി. പിന്നെ ആത്മീയ ജീവിതം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടിയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. പിന്നെ പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്യും. ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലൊക്കെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് ചെറിയൊരു ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൈസ ആവശ്യമുള്ളവർ ചോദിച്ചു വരുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് സഹായിക്കുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഇത്രയും എല്ലാ അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ കുമ്പസാരം മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ശനിയും ഞായറും പള്ളിയിൽ പോകുന്നുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ധ്യാനം, ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ കൂടുകയും അത് അപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും പിന്നെ ജോലി മേഖലയിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ധ്യാനം ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവിടെ പത്രമൊക്കെ വിതരണം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് വശത്തുണ്ട്. സങ്കീർത്തനം 121 5-ാം വചനമാണ്. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. ദൈവം ഒരു ഉറങ്ങാത്ത കാവൽക്കാരനാണ്. ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഉടമ്പടി വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ ജോലിയില്ലായ്മയാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം.
കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ എന്ന് വിശ്വസിക്കുമ്പോൾ ഹൃദയത്തിൽ സമാധാനം ലഭിക്കുകയാണ്. നമ്മുടെ യാത്രകളിലും ജീവിതയാത്രകളിലും പ്രതിസന്ധികളിലും ഉടമ്പടി ഉറപ്പ് നൽകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള ആ വാഗ്ദാനം, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ കൂടി ദൈവത്തെ നമ്മുടെ കാവൽക്കാരനായിട്ട് നാം ഓരോരുത്തരും സ്വീകരിക്കുകയാണ്. വിശ്വാസബന്ധത്തിലൂടെ, വിശ്വസ്തതയിലൂടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിഴലായി ഈശോയും അമ്മയും നമ്മുടെ കൂടെയാണ് ഈ ജീവിതയാത്രയിൽ നമ്മോടൊപ്പമുള്ളത്. ഈശോ എന്ന കാവൽക്കാരൻ്റെ സ്നേഹവും പരിപാലനയും അനുഭവിച്ചറിഞ്ഞ നിസിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണീര് വെറുതെയല്ല. ആ കണ്ണീര് തുടച്ചു നിൽക്കുന്ന ഒരമ്മയാണ് കൃപാസനത്തിലുള്ളത്. ആ മക്കളുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നിസി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും 5 സെൻറ്റ് സ്ഥലം മേടിച്ചതിൻ്റെ ലോണിൻ്റെ എമൗണ്ട് പേ ചെയ്യാനുണ്ടായിരുന്നു. അത് വർഷങ്ങളായിട്ട് പെൻഡിങ്ങിലായിരുന്നു. കടം വീട്ടുവാനായിട്ട്, ലോൺ അടയ്ക്കുവാനായിട്ട് യാതൊരു വഴി മാർഗവുമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു വഴി ഈശോയും അമ്മയും കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്നാണ് സ്വർണത്തിൻ്റെ വില ഉയരുകയും ആ തക്ക സമയത്ത് അവർക്ക് കുറച്ച് സ്വർണം വിൽക്കാൻ സാധിക്കുകയും ആ ലോണിൻ്റെ കടം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തത്. 43-ാമത്തെ വയസ്സിൽ, അതായത് ഒരു മെറിറ്റുമില്ല. കാരണം ഈ ഏജിൽ ജോലി കിട്ടുവാനായിട്ട് വളരെ പ്രയാസമാണ്. ടെമ്പററി ജോലി കിട്ടുകയും ചെയ്തു. പിന്നീട് അസാധ്യമായ കാര്യങ്ങൾ നടത്തിത്തരുന്ന പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഈ മകൾ നിസി വീണ്ടും വരികയാണ്. എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി ലഭിക്കണം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. അക്കാര്യവും അമ്മ ഏറ്റെടുക്കുകയാണ്. കാവൽക്കാരനായ കർത്താവിലേക്കാണ് ഈ മകളുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ കൊണ്ടുപോയത്. അങ്ങനെ 43-ാമത്തെ വയസ്സിൽ രൂപതയിൽ ഒരു ഇൻ്റർവ്യൂ വരികയും അതിൽ ആദ്യത്തെ 5 റാങ്കിൽ പെട്ടാലേ മകൾക്കൊരു ജോലി ലഭിക്കുമെന്ന് മനസ്സിലായത്. അങ്ങനെ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു, 5-ൽ താഴെ തന്ന് ഏതെങ്കിലും ഒരു റാങ്കിൽ ഉൾപ്പെടുത്തി എന്നെ ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ 4-ാം റാങ്കിൽ പെടുകയും നല്ലൊരു ജോലി ലഭിച്ച് ജോലി നൽകി ഈശോയും അമ്മയും ഈ മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്തത്. നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇതെൻ്റെ മെറിറ്റ് അല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തിൽ ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. വീണ്ടും പറയുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ലജ്ജിക്കേണ്ടി വരില്ല എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും അതുതന്നെയാണ്. ഈശോ എന്ന കാവൽക്കാരൻ കൂടെയുള്ളപ്പോൾ, കൃപാസനം അമ്മ പരിപാലിക്കുന്ന നമ്മെ കൈപിടിച്ച് നടത്തുന്ന അമ്മ കൂടെയുണ്ടെങ്കിൽ നമുക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ജീവിതത്തിലും എല്ലാം നമുക്ക് ഉടമ്പടിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭയത്തിന് പകരം വിശ്വാസമാണ്. ഒരമ്മ തൻ്റെ മക്കളെ നിഴല് പോലെ കാത്തു സൂക്ഷിക്കുന്ന പോലെയാണ് കൃപാസനം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് ഈശോ എന്ന കാവൽക്കാരൻ്റെ കൈപിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. നിസിക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.